ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് രായമംഗലത്തുള്ള പുളിയത്ത് തറവാട്ടിലെ കളരി ക്ഷേത്രത്തിലാട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ അപൂർവമായിട്ട് കണ്ടുവരുന്ന ഒരു കളരി ക്ഷേത്രമാണ്. അപ്പോൾ ഈ കളരി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക്. രായമംഗലം പുളിയത്ത് കിഴക്കൂട്ട് കളരിയാണ്. പുളിയത്ത് തറവാട്ടുകാരുടെ അതിപൗരാണിക കാലം മുതൽ നിലനിന്ന് പോന്നിരുന്നൊരു കളരിയാണ്. കേരളത്തിലെ 6 തരത്തിലുള്ള കളരികളുള്ളതായിട്ടാണ് ഞാനിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വലിയ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കളരി ഇപ്പോൾ ലേശം ക്ഷീണമായി അല്ലെങ്കിൽ പൂർവികമായി ഉണ്ടായിരുന്ന കളരിക്ക് ചില കേടുപാടുകൾ സംഭവിച്ച് ഇത് പൊളിച്ചു പണിത് അതിൻ്റെ പഴയകാല പ്രതാപത്തോടു കൂടി തിരിച്ച് നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. നാളെ മാർച്ച് 27-ാം തീയതി രാവിലെ 8:30 പ്രത്യേക പൂജകൾക്ക് ശേഷം കളരിക്കകത്തുള്ള വരദേവതാ ദേവി ബിംബവും 4 പീഠങ്ങളും ഈ കളരിയോടനുബന്ധിച്ച് നിൽക്കുന്ന പുളിയത്ത് തറവാട്ടിലെ കിഴക്കിനിലേക്ക് മാറ്റി സ്ഥാപിച്ച് പിന്നെ അടുത്ത ദിവസം തന്നെ ഇത് നവീകരിച്ച് ഇതിൻ്റെ കേടുപാടുകൾ തീർത്ത് പഴയ രീതിയിൽ തന്നെ ഉള്ള മരപ്പണി ചെയ്ത് നവീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബന്ധുക്കളും നാട്ടുകാരും അടങ്ങുന്ന എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒട്ടനവധി ചരിത്ര താളുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു ചരിത്രം ഈ കളരിക്കുണ്ട് എന്ന് പറയപ്പെടുന്നു. കുലശേഖര ആഴ്വാറുടെ 10 പാട്ട് എന്ന് പറയുന്ന കൃതിയിൽ തിരുമിറ്റക്കോട് എന്ന് പറയുന്ന തിരുവെട്ടാങ്കോടിനെ കുറിച്ചും ഈ കളരിയെക്കുറിച്ചും പ്രതിപാദിച്ചതായി ചരിത്രരേഖകളിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ കളരിയിലുമായി ബന്ധപ്പെട്ട് ഇനിയും ഒട്ടേറെ സംഭവങ്ങളുണ്ട്. 1150 വരെ ഇത് വൈക്കോൽ കൊണ്ട് മേഞ്ഞിരുന്ന കളരിയാണ്. പിന്നീട് 1150-ലാണ് ഇന്ന് കാണുന്ന നിലയിൽ ഇത് ഓടുമേഞ്ഞ ഇന്നത്തെ സമ്പ്രദായത്തിലേക്ക് ഇത് മാറി വന്നിട്ടുള്ളത്. അതിനു മുമ്പ് ഈ കളരി നിലനിന്നിരുന്നതായിട്ട് പറയുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസം നടന്ന ഈ നവീകരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ഒറ്റരാശി പോലെ വെച്ച് നോക്കിയപ്പോൾ ഇതിനകത്ത് കൊടുങ്ങല്ലൂർ ദേവി, ലോകനാർക്കാവിലമ്മ, തിച്ചൂർക്കാവ് അയ്യപ്പൻ, അതുപോലെ തന്നെ കൈക്കുളങ്ങര ഭഗവതി മച്ചിൽ, തിച്ചൂർക്കാവ് അയ്യപ്പൻ, നടുമിറ്റത്ത്, അതുപോലെ കാലഭൈരവൻ, സർപ്പക്കാവുകൾ, പിന്നെ കളരിയിലുള്ള ദേവതാമൂർത്തികൾ, ഇങ്ങനെയുള്ള ഒട്ടനവധി ദേവസാന്നിധ്യങ്ങൾ ഈ കളരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്നും അവയെല്ലാം അതിനെ പ്രത്യേകമായ പൂജാക്രമം അനുസരിച്ച് പഴയ കാലത്ത് നിലനിന്നിരുന്ന സമ്പ്രദായത്തിലേക്ക് തിരിച്ചു പോകണമെന്നും കണ്ടിട്ടുണ്ട്. അതിലേക്കൊക്കെ തിരിച്ചു പോകാനുള്ള പല വഴികളിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിലവിലുള്ള കളരികൾ 6 കളരികളാണുള്ളത്. ഇത് ആരാധനാ കളരി എന്ന ഒരു തലത്തിലാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ പാനക്രമം എന്ന് പറയുന്നൊരു അടിയന്തരം പണ്ട് പടനയിക്കുന്ന പടനായകന്മാരുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് പാനക്രിയ നടത്തിയിരുന്നത്. ആ പാനക്രിയ കഴിഞ്ഞിട്ടാണ് അവരുടെ ശരീരം, മനസ്സ്, ബുദ്ധി, ആരോഗ്യം എന്നിവയെല്ലാം കൃത്യമായ രീതിയിൽ വേണ്ട സമയത്ത് വേണ്ട പോലെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാന നടത്തിയിരുന്നത്. കുലദേവതയുടെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാന എന്ന ക്രിയ ഈ കളരിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ഇതിന് ദേശപ്പാന എന്ന ഒരു അനുഷ്ഠാനത്തിലാണ് നടത്തുക. രായമംഗലം, തിരുമിറ്റക്കോട്, ഇരുങ്കൂറ്റൂർ, ഇറുമ്പകശ്ശേരി, എഴുമങ്ങാട് തുടങ്ങിയ 5 ദേശങ്ങളുമായി ബന്ധപ്പെട്ട് 5 ദേശക്കാർ കൂടിയിട്ടാണ് പാന നടത്തിയിരുന്നത്. ഈ 5 ദേശത്തെ എവിടെ വെച്ച് പാന കഴിക്കണമെങ്കിലും ഈ കളരിയിൽ വന്ന് കുറിച്ച് ഇവിടെ നിന്നാണ് ഇതിൻ്റെ മുദ്രകൾ, പാനയുമായി ബന്ധപ്പെട്ട കടുത്തല, ചെലമ്പ്, ചേങ്ങല, പട്ട് തുടങ്ങിയവയെല്ലാം ഇവിടെ നിന്നാണ് കൊണ്ടുപോവുക. അപ്പോൾ അതൊരു വളരെ പൗരാണികമായ അനുഷ്ഠാന ക്രിയയാണ്. അത് ഈ കളരിയുമായി ബന്ധപ്പെട്ടുള്ള ക്രിയ ആയതുകൊണ്ട് ഈ കളരിയെക്കുറിച്ച് ഇന്ന് അറിയുന്ന ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കരിക്കാട് വേണുക്കുറുപ്പ് ഈ കളരി സന്ദർശിക്കുകയും ഇതിൻ്റെ പൗരാണികമായ കാര്യങ്ങളെക്കുറിച്ച് ചില അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആരാധനാ സമ്പ്രദായത്തിലായിരിക്കണം, കാരണം അതുകൊണ്ടാണ് പാനക്രിയ വന്നിട്ടുള്ളത്. ആയോധന കലകൾ ഇവിടെ നടന്നിരുന്നതായി ഞങ്ങൾക്ക് ആർക്കും ഇപ്പോൾ നിലവിൽ രായമംഗലത്തോ അല്ലെങ്കിൽ പുളിയത്ത് തറവാട്ടോ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊന്നും ആയോധന കലയുമായി ബന്ധപ്പെട്ട അറിവുകളില്ല. എന്നാൽ പഴയ കാലത്ത് ഇവിടെ ചില ആയുധങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. അത് പൂർവികരായ ചിലരെല്ലാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത് എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. ഏതായിരുന്നാലും ഒരു വലിയ ചരിത്രമുറങ്ങുന്ന ഒട്ടേറെ തലങ്ങളിലേക്ക് ചരിത്രവുമായി ബന്ധമുള്ളൊരു കളരിയാണിത്. ഏറെക്കാലത്തെ ഒരു മൗഢ്യത്തിന് ശേഷം ഇതിനെ വീണ്ടും നവീകരിക്കാനുള്ള പരിശ്രമങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഭക്തജനങ്ങളുടെയും മുഴുവൻ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ, അതുപോലെ തന്നെ തറവാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബന്ധുമിത്രാദികളെല്ലാവരും ഇതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട്. നിലവിലുള്ള ഉടമസ്ഥരുടെ കീഴിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇതിൻ്റെ പഴയകാല പ്രതാപം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വലിയ യത്നത്തിലേക്ക് ഇറങ്ങുകയാണ്. കേരളത്തിൽ ഇപ്പോൾ 10-20ഓളം കളരികൾ ഇതുപോലെ കേരളത്തിൽ പല ഭാഗത്തായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പല ചരിത്രങ്ങളും ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ഒരു വലിയ ചരിത്ര വിസ്മൃതിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് എൻ്റെ ഈ തറവാട്ടുകാരും നാട്ടുകാരും ബന്ധുമിത്രാദികളെല്ലാവരും.
ഈ കളരി 42 അടി കളരി ആണ്. അതുമാത്രമല്ല ഈ കളരിക്ക് ഉള്ളിൽ 6 കാലുകളാണുള്ളത്. അതുകൊണ്ട് ഷഡ്വർഗ കളരി എന്ന സമ്പ്രദായത്തിലാണിത് വരിക. കേരളത്തിലിപ്പോൾ ഞാൻ എൻ്റെ അന്വേഷണത്തിൽ ഉള്ളിൽ 4 തൂണുള്ള കളരിയുണ്ട്, അത് ചതുർവർഗ കളരികൾ എന്ന് പറയുന്നു. 8 കാലുള്ള കളരിയുണ്ട്, അത് അഷ്ടവർഗ കളരിയാണ്. അപ്പോൾ ഈ ഷഡ്വർഗ കളരി ആയതുകൊണ്ടാണ് 6 ക്രിയകൾ, 6 ഗുരുതികൾ, ഔഷധ ഗുരുതികൾ എല്ലാം വരുന്ന ഒരു പ്രത്യേക സമ്പ്രദായത്തിലാണ് ഇവിടുത്തെ പാനാക്രമം ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഷഡ്വർഗ കളരി ആയതുകൊണ്ട് കൂടിയാണ് ഇവിടെ പാന ഈ കളരിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 4 തരത്തിലുള്ള വാളുകളാണ് പൂർവികമായിട്ട് ഉണ്ടായിരുന്നതായിട്ട് ഇപ്പോൾ മച്ചിൽ കാണപ്പെടുന്നത്. ഇത് 4 തരത്തിലാണ്. ഇതിൻ്റെ രാജമുദ്രയുമായി ബന്ധപ്പെട്ട ഇതാണ് ഈ വലിയ വാള്. ഇത് ഉടവാളാണ്, ചെറുത്. ഇത് കടുത്തല എന്ന് പറയും. പാന അടിയന്തരത്തിനൊക്കെ ഉപയോഗിക്കുമ്പോൾ വെക്കുന്ന ദേവിയുടെ ഒരു മുദ്രാചിഹ്നം പോലെയാണ് ഈ കടുത്തല ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതും മറ്റൊരു ദേഹരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു തരം വാളാണ്. ഇങ്ങനെ അപൂർവമായ 4 തരത്തിലുള്ള വാളുകളാണ് ഇപ്പോൾ ഇവിടെ മച്ചിൽ കാണപ്പെടുന്നത്. ഇതിനു പുറമെ ഇനിയും വാളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത് എവിടെയാണ് എന്നറിയില്ല. അതുപോലെ തന്നെ ഇത് താളിയോല. ഈ കളരിയുമായി ബന്ധപ്പെട്ട് പൂർവികമായി നടന്നിരുന്ന ഒരു ആചാരാനുഷ്ഠാനമാണ് പാന. ആ പാനയുമായി ബന്ധപ്പെട്ട പാനയുടെ ഒരുക്കങ്ങളും പാനക്രമങ്ങളും ആണ് ഈ താളിയോല ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ വന്നിരുന്ന കാലത്ത് കളരിയിൽ പൂജയും കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കാരണന്മാരായിട്ട് അതൊക്കെ കഴിച്ചിരുന്നു. അവർ മരിച്ചപ്പോഴാണ് ഇല്ലാതായത്. പാന കഴിച്ചിരുന്നു, ഇപ്പം അതില്ല. ഒരു 10-20 കൊല്ലമായിട്ട് ഇവിടെ പാന ഇല്ല. പിന്നെ പൂരം കഴിച്ചിട്ടുണ്ട്, അത് ഇന്നും കൊണ്ടാടുന്നുണ്ട്.